നമ്മളിവിടെ ലോക്സഭയിലെ പുതിയ ബില്ല്, ഡീലിമിറ്റേഷൻ ബില്ല്, വുമൻ എംപവർമെന്റ് ബില്ലൊക്കെ ചർച്ച ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഹംഗറിയിൽ എന്ത് സംഭവിച്ചു. ഡെമോക്രസിയുടെ ഇടയിൽ തന്നെ ഏകാധിപതിയായി ഭരിച്ചിരുന്ന വിക്ടർ ഓർബാൻ, 16 കൊല്ലമാണ് വിക്ടർ ഓർബാന് അയിനാടിയത്. ജനങ്ങളെടുത്ത് ചവറ്റുകൊട്ടയിൽ ചാടി കഴിഞ്ഞ ആഴ്ച. അപ്പോൾ വിക്ടർ ഓർബാന് 2010 അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഒരു പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. ജഡ്ജിമാരെല്ലാം തൂക്കി എറിഞ്ഞു, തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ വെച്ചു. മൊത്തം പോലീസിൽ, പട്ടാളത്തിൽ എല്ലാത്തിലും അയച്ചു പണി. അതുപോലെ തന്നെ പുതിയൊരു നിയമം പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തു. അങ്ങനെ മൊത്തം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റീവയറിങ് നടത്തിയിട്ടാണ് വിക്ടർ ഓർബാൻ കളിച്ചത്. സാധനങ്ങൾക്ക് വില കൂടി, ജനങ്ങൾ പൊറുതിമുട്ടി, 16 കൊല്ലം വേണ്ടി വന്നു, ജനങ്ങൾ തന്നെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. അപ്പൊ എല്ലാ ഏകാധിപത്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അവർ പലതും കളിക്കും. അവർ പല രീതിയിൽ അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും റീവയർ ചെയ്യാനും ഈ പറഞ്ഞ പോലെ പല പരിപാടികളുണ്ടാവും. ഇന്ത്യയിൽ ഇപ്പോൾ സൗതേൺ സ്റ്റേറ്റ് ആയ കേരള, കർണാടക, തമിഴ്നാടിനെയൊക്കെ ഒതുക്കിയിട്ട് കൂടുതൽ ജനസംഖ്യയുള്ള നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ ലോക്സഭ MP എന്നുള്ള ഒരു ഇതാണ് സൃഷ്ടിക്കാൻ നോക്കിയത്. പക്ഷേ അതൊന്നും ഇവിടെ ഒന്നും നടക്കത്തില്ലപ്പാ. നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ കുറച്ച് പ്രബുദ്ധരാണ്. അപ്പോൾ അതിന്റെ മേലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിന് 3-2 ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് പരിപാടി പാളി. പക്ഷെ ഇവരങ്ങനെ അടങ്ങിയിരിക്കൂല. ഇവർ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരും. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ഇതിൽ തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ EVM മെഷീൻസ് ഇതെടുത്ത് അറബിക്കടലിൽ എറിയേണ്ട സമയം അതിക്രമിച്ചില്ലേ. നമ്മുടെക്കാളും ഇത്രയും വികസിത രാജ്യമായ, നമ്മളെല്ലാത്തിനും ഉദാഹരണമായി പറയുന്ന അമേരിക്കയിൽ വരെ ഇപ്പോഴും ബാലറ്റ് പേപ്പറിൽ അടയാളപ്പെടുത്തിയിട്ട് ബാലറ്റ് മടക്കി അതിലിട്ടിട്ട് പിന്നെ മെഷീൻ കൊണ്ട് സ്കാൻ ചെയ്തിട്ട് എണ്ണുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കുന്നില്ല. രാജ്യസഭ MP എണ്ണം കൂട്ടാൻ പറ്റുന്നില്ല, അവിടെ നടക്കുന്നില്ല, ഇവിടെ നടക്കുന്നില്ലെങ്കിൽ പിന്നെയുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ EVM മെഷീൻ ഹാക്ക് ചെയ്യുക, അതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്യുക, അതിന്റെ അൽഗോരിതത്തിൽ പിടിച്ചിട്ട് ഒരു കളി കളിക്കുക എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ അതിനെ കൂടി ജനങ്ങൾ അലേർട്ടായിട്ട് ഇനി എല്ലാവരും നമുക്ക് ബാലറ്റ് മതി എന്നുള്ളൊരു ഷാഠ്യം പിടിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിലൂടെ കയറിയിട്ട് ഗോളടിച്ചിട്ട് ഇവർ വീണ്ടും വരും. അപ്പോൾ നമ്മൾ കുറെ വർഷങ്ങളായി ഇവരെ കാണുന്നതല്ലേ, ഒന്നില്ലെങ്കിൽ വേറൊരു ഐഡിയയിലൂട്ട് ഇവർ പിടിച്ചെടുക്കാൻ നോക്കും.